എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ അതിന് തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷനും അമർത്താൻ മറക്കല്ലേ. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഫിഷ് വടയാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതെന്താ ചട്ടിയിൽ ഇങ്ങനെയൊക്കെയെന്ന് വിചാരിക്കേണ്ട, ഞാൻ ഫിഷ് ഫ്രൈ ചെയ്തെടുത്ത ചട്ടി തന്നെ ആയതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഇതൊക്കെ കാണാനുള്ളത്. പിന്നെ അതിലേക്ക് ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒരു മീഡിയം സൈസ് സവാള എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഒരു 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഫിഷ് ആയതുകൊണ്ട് ചേരില്ല, അതുകൊണ്ട് ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട. ഒരു 1/2 സ്പൂൺ തന്നെ ധാരാളമാണ്. പിന്നെ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഞാനിവിടെ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. ഒരു 3 വടക്കുള്ള ഫില്ലിംഗ് ആണ് ഞാൻ റെഡിയാക്കുന്നത്. അപ്പോൾ അതിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഒരു ഉള്ളിയല്ലേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മീനൊക്കെ ആദ്യം തന്നെ വറുത്ത് വെച്ച മീനായതുകൊണ്ട് അതിന് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ആദ്യം തന്നെ അതിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഉള്ളിയിലേക്കുള്ള ഒരു ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കേണ്ടുള്ളൂ. അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമുക്കൊരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മളിത് മീൻ ഫ്രൈ ചെയ്തത് കൈകൊണ്ട് പിച്ചെടുത്തതാണ്. മുള്ളൊക്കെ ഒഴിവാക്കിയിട്ട്, മുള്ളൊന്നും പെടരുത്, കൈകൊണ്ട് പിച്ചെടുത്തതാണ്. ഞാനിത് കിങ് ഫിഷിൻ്റെ ബാലൻസ് വന്നപ്പോൾ അതുകൊണ്ടാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് അയില ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി അതുപോലെ ചെമ്മീനൊക്കെ വെച്ചിട്ട് നമുക്കിതുപോലെ ചെയ്യാം. അയില പൊരിച്ചിട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവാറ്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1/2 സ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളെ എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ചാണ്. ഒരുപാട് എരിവൊക്കെ ആവശ്യമുള്ളവർക്ക് കുറച്ചൊക്കെ കൂടിയൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി കുട്ടികളൊക്കെ കഴിക്കണവർക്ക് അധികം എരിവ് പറ്റില്ല, അങ്ങ് കുറച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. നല്ലൊരു ടേസ്റ്റ്, ആ ഫിഷിൻ്റെ വല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടാനാണ് നമ്മൾ ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ഒറിഗാനോ അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ്റെ ഐറ്റംസ്, മീറ്റ് ഐറ്റംസ് എന്തുണ്ടാക്കുമ്പോഴും അതിലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഒറിഗാനോ കൂടി അതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് മസാല ഒക്കെ നന്നായിട്ട് ആ മീനിലൊക്കെ പിടിക്കണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം നന്നായിട്ട് ഇതൊക്കെ മസാലയൊക്കെ മീനിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് മാറ്റി വെക്കാം. ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. മിക്സിൻ്റെ ജാറിലേക്ക് ഒരു 1/2 കപ്പ്, ഒരു കപ്പ് ഇല്ല, ഒരു കപ്പിൻ്റെ അടുത്ത് നമ്മൾ സാധാ ചോറ് നമ്മൾ ഉച്ചക്കൊക്കെ കഴിക്കുന്ന ബോയിൽഡ് റൈസ് ഉണ്ടല്ലോ, അതാണ്, അതിൻ്റെ ചോറാണ് എടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, അധികം വെള്ളം ഒഴിക്കണ്ട, അത് ആവശ്യത്തിന് കുറച്ചൊന്ന് അരഞ്ഞ് കിട്ടാൻ, ഒരു പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞ് കിട്ടാനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് അടിച്ചെടുത്തതാണിത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് അരിപ്പൊടിയാണ്. എൻ്റെ കയ്യിൽ അരിപ്പൊടി കുറവായതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഗോതമ്പ് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ പുട്ടുപൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പുട്ടുപൊടി ഇട്ടിട്ട് നന്നായിട്ട് ഞാൻ ഒന്ന് കുഴച്ചെടുത്തപ്പോൾ ഇനി അതിൽ വെള്ളത്തിൻ്റെ അംശമുണ്ട്. അപ്പോൾ ഞാൻ അത് ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് അരിപ്പൊടി കുറവായതുകൊണ്ട് ഞാൻ ബാക്കിക്ക് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യുക. ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഗോതമ്പ് പൊടി മാത്രമായിട്ടും ചെയ്യാൻ പറ്റും, അതും കുഴപ്പമില്ല. ഇനിയിപ്പോൾ അരിപ്പൊടി തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിപ്പൊടി തന്നെ വെച്ച് ചെയ്യുക. ഇതിങ്ങനെ അരച്ചിട്ട് തന്നെ ചെയ്യണം എന്നൊന്നുമില്ല. നമുക്ക് പുഴുങ്ങലരി അരച്ചിട്ട് ചെയ്താൽ അതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്തിട്ട്, തേങ്ങയും പെരിഞ്ചീരയും ചെറിയുള്ളിയൊക്കെ ഇട്ട് അരച്ച് കഴിഞ്ഞാൽ ഇതിലേറെ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഗോതമ്പ് പൊടിയൊക്കെ ഇട്ടത് പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൽ നിന്ന് ഒരു ഉരുളെടുത്തിട്ട് നമ്മളെ കൈവെള്ളയിൽ വെച്ച് കൊടുക്കുക. കൈവെള്ളയിൽ കുറച്ച് എണ്ണ ആക്കി കൊടുക്കുക. എണ്ണ തന്നെ ആക്കണമെന്നില്ല, വെള്ളമാക്കിയാലും കിട്ടും. പക്ഷെ എണ്ണ ആകുമ്പോൾ നല്ലൊരു മയം കിട്ടും. നമുക്ക് കൈമന്നുകൊണ്ട് എടുക്കാനൊക്കെ നല്ല സ്മൂത്തായിട്ട് കിട്ടും. ഞാനത് കൈവെള്ളയിൽ വെച്ചിട്ട് ഒരു നടുവിലൊരു ഹോൾസ് ആക്കി കൊടുത്തിട്ടുണ്ട്, ഒന്ന് കുഴി പോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിൽ ആവശ്യത്തിനുള്ള അതിൻ്റെ മിക്സ് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ടാക്കി കൊടുക്കുക. എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. റൗണ്ടാക്കിയതിന് ശേഷം ഇതേപോലെ കൈവെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും പൊട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത്
വേറെ എന്തെങ്കിലും ഒരു പീസ് വെച്ചെടുത്തിട്ട് ഒരു കുറച്ച് ഭാഗത്ത് ചിലപ്പോൾ ചില ഭാഗത്ത് കട്ടി പോലെ നിൽക്കുന്നുണ്ടാവും, ഭാഗത്ത് നിന്ന് കുറച്ച് കൂടുതൽ എടുത്തിട്ട് അപ്പുറത്ത് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. ഞാൻ രണ്ടാമത്തെ ഒരു ബോൾസും കൂടെ എടുക്കട്ടെ. അതും നമുക്കതുപോലെ കൈൻ്റെ വെള്ളയിൽ വെച്ചിട്ട് ഇതേപോലെ കൈവെള്ളയിൽ ഞാൻ വെച്ചിട്ടൊന്ന് പരത്തിയിട്ടുണ്ടെങ്കിൽ നടുവിൽ ഒരു കുഴി പോലെ ആക്കി കൊടുക്കുക. ഞാൻ കുഴിയിലേക്ക് നമുക്ക് ആവശ്യമുള്ള മിക്സ് വെച്ച് കൊടുക്കുക. ഇനി വീണ്ടും നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഇതിനൊരു ബോൾ പോലെ ആക്കി കൊടുക്കുക. ബോൾ പോലെ ആക്കിയതിന് ശേഷം അതിന് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് പ്രസ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് പൊട്ടിയ പോലെ ഉണ്ടാവും. അപ്പോൾ ആ പൊട്ടിയ ഭാഗത്ത് നമ്മൾ എങ്ങനെയാണ് അത് വെക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ഞാൻ തന്നെ രണ്ടും കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ശരിക്കും ഇങ്ങോട്ട് ക്യാമറ ശരിക്കും സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ശരിക്കും ഇങ്ങോട്ട് കാണാത്തത്. അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ കുറച്ച് മാവ് എടുത്തിട്ട് അതിന് മുകളിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. അതൊക്കെ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുമല്ലോ. അങ്ങനെ നമുക്ക് ഇത് ഞാൻ 3 വടക്കുള്ള മാവാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാനതൊക്കെ 3 ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്ക് ഓരോ ഇഡ്ഡലീൻ്റെ ചെമ്പ് വെക്കാം. ഇഡ്ഡലിപ്പാത്രം തന്നെ വേണമെന്നില്ല, സ്റ്റീമർ ഉപയോഗിച്ചാലും മതി. ഞാനിവിടെ ഇഡ്ഡലി ചെമ്പാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇഡ്ഡലി ഉണ്ടാക്കുന്ന തട്ട് വെച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്താൽ പിന്നെ അത് നമുക്ക് എടുക്കുന്ന സമയത്ത് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അവിടെ ഇവിടെ ഒട്ടിപ്പിടിക്കുമ്പോൾ നമ്മൾ വലിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഫില്ലിങ് പുറത്ത് വരാനൊക്കെ സാധ്യതയുണ്ട്, അതുപോലെ പൊട്ടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതിനാണ് നമ്മളൊന്ന് നല്ല രീതിയിലൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോന്നും ഓരോ കുഴികളിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക. അടച്ചു വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് നമുക്കതിനെ ഒന്ന് സ്റ്റീം കയറ്റിയെടുക്കാം. നന്നായിട്ട് ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്പങ്ങൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനുള്ള ഒരു മസാല കൂട്ടുണ്ടാക്കാം. ഞാനിത് വീഡിയോ എടുക്കാൻ മറന്നതാണ്, ഇട്ടതിൻ്റെ ശേഷമാണ് ഓർമ്മയായത്. ഇപ്പോൾ ഒരു 2 സ്പൂണൊന്നും വേണമെന്നില്ല, 3 ഉണ്ടാക്കാൻ കുറച്ച് മതി. നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മസാല ഒരു കൂട്ടാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഒരു 2 സ്പൂണോളം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ 1 സ്പൂണ് കോൺഫ്ലോർ, അതുപോലെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ക്രഷ് ചെയ്ത മുളകും കുറച്ച് ഒറിഗാനോ അതുപോലെ ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടാവും നമുക്ക് കലക്കിയെടുത്ത് വരാം. അതിന് ആവശ്യത്തിനുള്ള ഒരു വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ തിക്കായിട്ട് അധികം കട്ടിയിലും അല്ല എന്നാൽ അധികം ലൂസിലും അല്ലാത്ത ഈ ഒരു പരുവത്തിൽ നമ്മൾ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ കലക്കിയെടുത്ത മാവിൽ നമുക്ക് ഓരോന്നും ഇട്ട് ഡിപ്പ് ചെയ്തിട്ട് നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇട്ടുകൊടുത്ത് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ എണ്ണയിലിട്ടിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ ഇതേപോലെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതേപോലെ ഉണ്ടാവും ഫില്ല് ചെയ്തത്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് തന്നെയാണ്. അതുപോലെ ഒരു വിരുന്നുകാരൊക്കെ വരുന്നതെന്ന് പറയുമ്പോൾ നമ്മളെ കയ്യിൽ എങ്ങനെയായാലും ചോറും ഇതൊക്കെ ഉണ്ടാവും. പിന്നെ മീനൊക്കെ ഇപ്പോൾ വാങ്ങാത്ത വീടുകളൊന്നും ഉണ്ടാവില്ല. നമുക്ക് ചെമ്മീൻ ഉണ്ടെങ്കിൽ ചെമ്മീൻ വെച്ച് ചെയ്യാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ അയില, എന്ത് മീനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അയിലൊക്കെ ആകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇത് തന്നെയാണ്. ഇതിപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇത് എണ്ണയിൽ പൊരിക്കണം എന്നൊന്നുമില്ല. ഇതിങ്ങനെ ആവിയിൽ വേവിച്ചിട്ട് അങ്ങനെ തന്നെ കഴിക്കാൻ ടേസ്റ്റാണ്. ജസ്റ്റ് ഒരു കോട്ടിങ്ങും കൂടെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മളത് ഒന്ന് മാവിലൊക്കെ മുക്കി നമ്മൾ പൊരിച്ചെടുക്കുന്നത്. എങ്ങനെയായാലും ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഫിഷ് വട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം, അഭിപ്രായം പറയണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.